അപ്പോൾ ഹലോ, രാവിലെ തന്നെ തുണി കഴിയാലോന്നങ്ങ് വിചാരിച്ച് എന്റെ വാഷിംഗ് മെഷീന് പനിയും ചെമ്മയ്ക്കായിരുന്നെങ്കിലും സമയത്തിന് അത് വർക്കായി. പുല്ലിയതാണ് ഏറ്റവും വലിയ തൊല്ല. രോഗമടിച്ചെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല. ഇതിന്റെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ എന്താ കിടക്കണ്. പണ്ടാരതിന് ഏത് കാലത്ത് കഴി തീരാൻ. പെണ്ണുമ്പിള്ള കുറെ നേരം കൂടെ നോക്കിയെന്ന കണ്ട്രാക്കൂടെ നിന്നാ വരും. അത് ശരി, എന്നാ പിന്നെ പരിഹാരം ഉണ്ടാക്കണം പറഞ്ഞ് കുണുകുണ പാത്രം കഴിവിട്ട് അടുക്കളയിലോട്ട് ഓടി. എന്നപ്പോ ദോഷമാവെല്ലാം കൂടെ കയ്യിൽ നിന്ന് തട്ടി വീണ്. പുല്ല് ഇന്നത്തെ ദിവസം പണിയോട് പണി തന്നെ. സൈഡ് മാത്രം തുടച്ചാന്ന് വിചാരിച്ചപ്പോൾ എന്താ ഇഞ്ചക്ഷൻ കുക്കർ ഫുൾ അഴുക്കായി കിടക്കണം. അങ്ങനെ പരാതിയും പരിഭവവും കേട്ട് കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിലോട്ട് നോക്കിയപ്പോൾ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഇങ്ങനെ. ഞാൻ ഒന്നും പറയണില്ല. എന്നാലും ഇതിനും മാത്രം അഴുക്ക് ഇവിടെ നിന്ന് എന്നെ വാങ്ങിച്ചിട്ട് ഇന്നേവരെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കിയെന്ന് അതൊരു ചോദ്യം. ശരിയാണ്, പറഞ്ഞാലും കാര്യമുണ്ട്. സമാധാനപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി. വയറിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ നേരെ ചോറ് വയ്ക്കാൻ പോയി. പണ്ടാരത് ആര് കെട്ടിയ കെട്ടാണാന്തോ. ഓ ഭാഗ്യം, രക്ഷപ്പെട്ട്. മോൻ ഗായ്സ്, നമുക്ക് പോയി അരി കഴുകിയിട്ട് വരാം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്തെന്താ നോക്കൂ ഗായ്സ്, ചെറിയ ഉള്ളി. ഇത് കണ്ടാ കരിഞ്ഞുണങ്ങിയ മല്ലിയല. ഇനി വാ നമുക്ക് പോയി രസം ഉണ്ടാക്കാം. ഓ മുളവിന്റെ മണം മണ്ടയിലടിച്ച് കയറി. എല്ലാ കൃതാപ്പുകളൊന്നും ഇല്ലെങ്കിലും ഉള്ള കൃതാപ്പ് വെച്ച് ഞാൻ രസം ഉണ്ടാക്കാൻ പോവേണ്. കടുക് വറക്കണം, ഇതിട്ട് അങ്ങോട്ട് കിണ്ടണം. ഷടപടേ എന്നെ രസം ഉണ്ടാക്കൽ പരിപാടിയും കഴിഞ്ഞ് കുഴപ്പമുണ്ടാന്ന് ചോദിച്ച് രുചിച്ച് നോക്കിയപ്പോഴത്തേക്കും സംഭവം കൊള്ളാം കേട്ടാ. എനിക്കങ്ങോട്ട് ഇഷ്ടമായി. ഇനി ഒരു പരിപാടിയില്ല, നേരെ പോയി വെട്ടി വിഴുങ്ങണം. രസവും വിഴുക്കും എടുത്തിട്ട് ഞാൻ നേരെ വെട്ടി വിഴുങ്ങാൻ പോയി. ടാറ്റാ.